അത് വിട്. ആന്റി വാ. ആ പ്രോപ്പർട്ടിയുടെ പ്രശ്നത്തിൽ CKC അന്ന് ഇടപെടുന്ന ഞാൻ പറഞ്ഞല്ലേ? ശ്രീമാരെ, അത് തനിക്ക് വാങ്ങിക്കാനാണെന്ന് സത്യത്തിൽ എനിക്കറിയില്ലായിരുന്നു. ഒരു കാര്യമില്ല, തന്നെ പിടിച്ച് വാൺ ചെയ്യും. ഞാൻ കണ്ണുവെച്ചാൽ താൻ കയറി ചെക്ക് വെച്ചാ പിന്നെ ഞാൻ തന്നെ വെറുതെ വിടണോ? അടിച്ചു കൊള്ളാവനെ. അയ്യോ, എന്താ എന്റെ ഇത്? കയ്യിലിരിപ്പിനാരോ കണക്കിനിട്ട് കൊടുക്കുന്നുണ്ട്. ആന്റി വന്നേ. CKC ഇനിയിപ്പോ എന്ത് ചെയ്യും? തല്ലിക്കൊന്നോ ഉമാര്? CKC ഇനിയിപ്പോ എന്ത് ചെയ്യും? CKC എന്ത് പറ്റിയതാ? കുറെ ഗുണ്ടകൾ തല്ലിയിട്ട് പോയതാ. ഇപ്പൊ അനക്കൂല്ല. കാര്യം ചെയ്യരുത്, വണ്ടി കയറ്റേ. ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട്, ഞാൻ അവിടെ ആക്കി തരാം. ഞങ്ങൾ ഇതിലെ വന്നപ്പോ കണ്ടു നോക്കിയെന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇയാളോട്ട് ബന്ധമൊന്നുമില്ല. അതായിക്കോട്ടെ, ഒരു മനുഷ്യജീവനല്ലേ. വാ പിടിക്കേ. ആരൊക്കെ ചേർന്ന് തല്ലിയെന്നല്ലേ പറഞ്ഞത്? തല്ലിയവര് ഞങ്ങൾ അടുത്തേക്ക് ചെന്നപ്പോ ബോധം കെടുത്തി റോഡിൽ കളഞ്ഞിട്ട് പോയി. എത്രയോ വർഷങ്ങളായിട്ട് എന്റെ പേഷ്യന്റാണ്. ഇവിടേക്ക് തന്നെ കൊണ്ടുവരണമെന്ന് ബോധം പോകുന്നതിന് മുമ്പ് CKC പറഞ്ഞായിരുന്നോ? ഏയ്, അങ്ങനൊന്നും ഉണ്ടായില്ല. കിട്ടിയൊരു ടാക്സിയിൽ ഇങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. ആ ഡ്രൈവറാ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞത്. സിസ്റ്റർ, എല്ലാ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിനെയും CKCക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെന്നും വേഗം ICUലേക്ക് എത്താനും ഇൻഫോം ചെയ്യണം. പിന്നെ നിങ്ങൾ ഇദ്ദേഹത്തിന്റെ പ്രൈമറി ടെസ്റ്റുകൾ തുടങ്ങിക്കോളൂ. എന്തായാലും ഒരു അപരിചിതനോട് ഇത്രയും സ്നേഹം കാണിക്കാൻ തോന്നിയല്ലോ നിങ്ങൾക്ക്. ഇന്നത്തെ കാലത്ത് ഇതിനൊന്നും ആരും വരില്ല. അപരിചിതനൊന്നും അല്ല, ഞങ്ങൾക്കറിയാം. എന്ന് കരുതി പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ല. നോക്ക്, ഇതൊരു ഗുണ്ട അറ്റാക്കാണ്. പോലീസ് കേസ് ഉണ്ടാവും. നിങ്ങൾ തൽക്കാലത്തേക്ക് പോകരുത്, ഇവിടെ തന്നെ ഉണ്ടാവണം. ഇതെന്താ നിധി നമ്മളോട് പോണ്ടെന്ന് പറഞ്ഞത്? പ്രശ്നമാവോ? നമ്മൾ കുടുംബം അവസാനം. നോക്ക ആന്റി, നാഴിക്ക് 40 വട്ടോ എങ്ങനെയെങ്കിലും ഇവനൊന്ന് ചത്ത് കിട്ടണേന്ന് പ്രാർത്ഥിച്ചതാ ഞാൻ. എന്നിട്ട് അവന്റെ ജീവന് വേണ്ടി കാവൽ നിൽക്കേണ്ട അവസ്ഥയായി ഇപ്പോ. ഇങ്ങനെയൊന്നും CKC ചാവാൻ പാടില്ല ആന്റി. ഇയാള് രക്ഷപ്പെടണം. ഇയാളാണ് അച്ഛനെന്ന് ഗൗതം തിരിച്ചറിയുന്നത് വരെ ഇയാൾ ജീവനോടെ തന്നെ വേണം. എന്തിന്? ഗൗതമന്റെ കൈകൊണ്ട് ഇയാളെ കൊല്ലിക്കാനോ? അങ്ങനൊന്നും ഒരിക്കലും സംഭവിക്കില്ല ആന്റി. പക്ഷേ ഗൗതം മകനാണെന്ന് ഇയാൾ അറിഞ്ഞതിന് ശേഷം ഇയാളുടെ ഉടുപ്പിന് കുത്തിപ്പിടിച്ചു നിർത്തി ചില കാര്യങ്ങൾ ചോദിക്കാനുള്ള ഗൗതമന്റെ അവസരം അത് നഷ്ടപ്പെടുത്താൻ പാടില്ല. അതിന് ഇയാൾ ജീവനോടെ ഇരുന്നേ മതിയാവൂ. ആ ഡോക്ടറുടെ വർത്താനം കേട്ടിട്ട് അത്ര പന്തിയല്ലെന്നാ തോന്നുന്നത്. അവസാനം ഇയാളെ ആക്രമിച്ചത് നമ്മളാണെന്ന് വരുത്തി തീർക്കോ നിധി? ഒരു കാര്യം ചെയ്യാം, ആ ജ്യോതിർമയെ വിളിച്ച് കാര്യം അങ്ങ് പറയാം. അത്രയും സേഫ് ആവുമല്ലോ. ആ ഞാൻ വിളിക്കാം. ജ്യോതിർമയുടെ നമ്പർ എന്റെ കയ്യിലുണ്ട്. ജ്യോതിർമയി ഫോൺ എടുക്കുന്നില്ലല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇതിപ്പോ നമ്മൾ കൊടുക്കുന്ന ലക്ഷണമാണല്ലോ. CKCക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് ഡോക്ടർ? നിങ്ങൾ എന്റെ കൂടെ ഒന്ന് വരണം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞങ്ങള് പുള്ളിയുടെ ആരുമല്ല. വഴിയിൽ വെച്ച് ആരൊക്കെ ആക്രമിക്കുന്നത് കണ്ടപ്പോ എടുത്തോണ്ട് വന്നേ ഉള്ളൂ. അതൊന്നും സാരമില്ല, ജസ്റ്റ് ഒന്ന് വന്നേ. ഞാൻ പുള്ളിക്കാരന്റെ വൈഫിനെ വിളിച്ചായിരുന്നു, പക്ഷെ ഫോൺ എടുക്കുന്നില്ല. ഡോക്ടർക്ക് വേണമെങ്കിൽ അവരുടെ നമ്പർ തരാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞാ പോരെ? എന്തായാലും നിങ്ങൾ എന്റെ കൂടെ ഒന്ന് വരണം. ഇതിന്റെ സീരിയസ്നെസ് നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. കാരണം നടന്നു എന്ന് പറയുന്ന സംഭവത്തിന്റെ വിറ്റ്നസ് നിങ്ങൾ രണ്ടുപേരും മാത്രമാണ്. പ്ലീസ് വരൂ. ആന്റി, എന്താ പുള്ളിക്കാരന് പറയാനുള്ളതെന്നൊന്ന് കേട്ടു നോക്കാം. ഞാൻ നമ്മുടെ ഭാഗത്താണല്ലോ. ആന്റി വാ. അയ്യോ ആന്റി, ഗൗതം വിളിക്കുന്നുണ്ടല്ലോ. ഗൗതം വിളിക്കുന്നോ? എടുക്കണ്ട, പ്രശ്നമാവും. എടുക്കാതിരുന്നാ വീണ്ടും വിളിക്കും. അപ്പൊ പിന്നെ എടുക്കാതിരിക്കാനും പറ്റില്ല.
അത് അതിലും വലിയ പ്രശ്നമാവും. എടുത്തേക്കാം. ഹലോ ഗൗതം, നിങ്ങളിത് എവിടെയാ നിധി?